ഹായ്. ഓപ്ഷൻ ബൈയിങ്ങിൽ നമുക്ക് ലോസ് ഉണ്ടാക്കി തരുന്ന 3 മേജർ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് പറയട്ടെ. പൊതുവേ എല്ലാവരും നോർമലി മനുഷ്യരായിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻട്രി വിത്തൗട്ട് ദ പ്രോപ്പർ സെറ്റപ്പ്. നമ്മളൊരു സെറ്റപ്പ്, അതായത് ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുമായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ സെറ്റപ്പ് ആവാണ്ട് നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കരുത്. മാർക്കറ്റ് നമ്മളുടെ ഫേവറിലാണ് മൂവ് ചെയ്യണേ എന്നുള്ളൊരു അസംഷനിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് കയറി പോകണു, മാർക്കറ്റ് ഇറങ്ങി വരണു എന്ന് പറഞ്ഞ് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. സെറ്റപ്പിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. ദാറ്റ് ഈസ് നമ്പർ 1. സെക്കൻഡ് ഇസ് കട്ട് യുവർ ലോസസ്. നമ്മളെല്ലാവരും പ്രോഫിറ്റ് വരുമ്പോഴേക്കും നമ്മൾ ഓടി കയറി കട്ട് ചെയ്തിറങ്ങും. പ്രോഫിറ്റ് നമ്മൾ റൈഡ് ചെയ്യത്തില്ല. അതിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് റൈഡ് ചെയ്യാൻ. അതേസമയം ലോസ് വന്നാലോ ആരും ഇറങ്ങത്തില്ല. അത് റൈഡ് ചെയ്ത് പോകും. വൈ വി തിങ്ക് ലോസ് പ്രോഫിറ്റിലേക്ക് മാറും. ഒരിക്കലും ചെയ്യരുത്. ലോസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിറങ്ങണം. സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഫുൾ വൈപ്പ് ഔട്ട് ആവും. അതേസമയം ഒരു 10 ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 6 ട്രേഡ് പ്രോഫിറ്റും 4 ട്രേഡ് ലോസ് ആണെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയാണെങ്കിൽ വി വിൽ സ്റ്റിൽ ഹാവ് ക്യാപിറ്റൽ ടു ടേക്ക് മോർ ട്രേഡ്സ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രീഡ്. എല്ലാ മനുഷ്യ സഹജമായ ഒരു ഫീലിംഗ്, ഗ്രീഡ്. അതായത് നമ്മൾക്കിപ്പം രാവിലെ 5000 രൂപ പ്രോഫിറ്റ് കിട്ടി. നമ്മളെന്താ ചെയ്യണേ? നമുക്ക് ഫുൾ ഡേ ഇരിക്കുവാണ്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഇനി അടുത്ത അവസരം നോക്കി ഇനിയും മാർക്കറ്റ് നോക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരുപാട് അവസരം മാർക്കറ്റ് തരും. പക്ഷെ അന്നേരം ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? ഞാൻ അതിൽ കയറുമ്പോൾ എന്താ ചെയ്യണേ? ഞാൻ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങത്തില്ല. ഇത് കൂടട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. ഈ 5000 രൂപ ചിലപ്പോൾ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ നഷ്ടത്തിലായിരിക്കും നമ്മൾ പിന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഗ്രീഡ് വരാൻ പാടില്ല. നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഇത്ര എമൗണ്ട് ഒരു റേഷ്യോ ഫിക്സ് ചെയ്യുക. 1:2 ആണ് നോർമലി എല്ലാവരും ചെയ്യുന്ന റേഷ്യോ. അതായത് 1 ആണ് ലോസിങ്ങിൽ, 2 ആണ് പ്രോഫിറ്റ്. 1:2 തന്നെ വേണമെന്നില്ല. ഇപ്പം നല്ല പ്രോഫിറ്റബിൾ ട്രെൻഡിങ് ഡേയ്സ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ വീണ്ടും പോയി നമ്മൾ അതേ ഫണ്ടിനെ ഇട്ടിട്ട് കളിച്ച് മുഴുവൻ പൈസയും കളയാണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.